ന്യൂക്ലിയർ ഫിസിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കണം, പാർട്ടിക്കിൾ ഫിസിക്സ്. പാർട്ടിക്കിൾ ഫിസിക്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് 4 ബേസിക് ഫോഴ്സസിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ച ഫോഴ്സസിനെ ഒന്ന് റിവൈസ് ചെയ്യാണ് ഇവിടെ. അതിൽ ആദ്യത്തെ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. യൂണിവേഴ്സിൽ എല്ലാ മെറ്റീരിയൽസും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഇതാണ് വീക്കസ്റ്റ് ഫോഴ്സ്. ഈ എഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക G m1m2/r² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. ദിസ് ഇസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇതിലെ ഫോഴ്സ് കാരിയേഴ്സ് അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് എന്നുള്ള ഗ്രാവിറ്റോൺസ് ആണ്. ഒരു ഇൻഫൈനൈറ്റ് റേഞ്ച് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ സ്ട്രോങ് ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് അറൗണ്ട് 6 × 10⁻39. രണ്ടാമത്തെ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിപ്പൾസീവോ അല്ലെങ്കിൽ അട്രാക്റ്റീവോ ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതിന്റെ ആ ഫോഴ്സിന്റെ സ്വഭാവം നിശ്ചയിക്കുക, അതിന്റെ ചാർജ് എന്താണ് ഈ രണ്ട് പാർട്ടിക്കിളിന്റെ അനുസരിച്ചാണ്. അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്നറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ പേര് പറയുന്ന പോലെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ്. ഇവിടെ ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഒരു ലോങ് റേഞ്ച് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് റേഞ്ച് ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ r² എന്ന ടേം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് പറയാം. ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമാണ്. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇസ് ബിറ്റ്വീൻ സ്ട്രോങ് ആൻഡ് വീക്ക് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് അറൌണ്ട് 1/137 ടൈംസ് ഓഫ് സ്ട്രോങ് ഫോഴ്സ്. അടുത്ത ഫോഴ്സ് ആണ് സ്ട്രോങ് ഫോഴ്സ്. സ്ട്രോങ് ഫോഴ്സ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയസിനകത്തുണ്ടാവുന്ന ഫോഴ്സ് ഒക്കെ ഈ സ്ട്രോങ് ഫോഴ്സിന്റെ ഗ്രൂപ്പിലാണ് പെടുക. വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഇതില് ഫോഴ്സ് കാരിയേഴ്സ് അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോൺസും മീസോൺസും ആണ്. നമ്മളിനി പഠിക്കും. മീസോൺസ് ഒക്കെ ഇൻ ഡീറ്റെയിൽ എന്താന്ന് പഠിക്കും. ഇവിടെ സ്ട്രോങ് ഫോഴ്സ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എക്സ്ചേഞ്ച് ഫോഴ്സ് ആണത്. അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞ മീസോൺസ് ഒക്കെ. ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിന് നമ്മൾ സ്ട്രെങ്ത് 1 എടുക്കുക. അതായത് സ്ട്രോങ് ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1 എടുത്താണ് ബാക്കി ഫോഴ്സിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. റേഞ്ച് ഇസ് അറൌണ്ട് 10⁻15. വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് മെയിൻലി എക്സ്പീരിയൻസ് ചെയ്യുക ക്വാർക്സ്, ഹാഡ്രോൺസ് എന്നൊക്കെ പറഞ്ഞ എലിമെന്ററി പാർട്ടിക്കിൾസ് ആണ്. ഫോർത്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടിലും വീക്കർ ആണ്. 10⁻10 ടൈംസ് വീക്കർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ സ്ട്രോങ് ഫോഴ്സ് ഇട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10⁻6 ടൈംസ് ഓഫ് സ്ട്രോങ് ഫോഴ്സ്. സ്ട്രെങ്ത് ഇസ് അറൌണ്ട് 10⁻6 എന്ന് പറയാം. ഇതും ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. റേഞ്ച് ഇസ് അറൌണ്ട് 10⁻18. ഇവിടെ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ബോസോൺസ് ആണ്. Strength is expressed in terms of weak interaction coupling constant. ഇവിടെ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ്. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് പോവാം. എലിമെന്ററി പാർട്ടിക്കിൾസ് പലതരം ഉണ്ട്. അതിന് നമ്മൾ പല ഡിഫറെന്റ് വേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് എലിമെന്ററി പാർട്ടിക്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. particles which exhibit strong interactions and particles which exhibits weak interactions. Strong interactions exhibit ചെയ്യുന്ന പാർട്ടിക്കിൾസിന് പൊതുവായി നമ്മൾ അതിനെ ഹാഡ്രോൺസ് എന്ന് പറയും. വീക്ക് ഇന്ററാക്ഷൻസ് എക്സിബിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ ലെപ്റ്റോൺസ് എന്ന് പറയും. ഹാഡ്രോൺസ് ബ്രോഡ്ലി നമുക്ക് മീസോൺസ് ആൻഡ് ബാരിയോൺസ് എന്ന് ഡിവൈഡ് ചെയ്യാം. മീസോൺസിൽ പയോൺ, കയോൺ, ഈറ്റോൺ അങ്ങനെ 3 തരം മീസോൺസ് വരും. ബാരിയോൺസിൽ ന്യൂക്ലിയോൺസ്, ഹൈപ്രോൺസ് എന്നൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവിഷൻ ഒക്കെ ഇനി അടുത്ത ടൈപ്പിൽ വരുന്നുണ്ട് ഇൻ ഡീറ്റെയിൽ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഹൈപ്രോൺസ് പറഞ്ഞാൽ അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് വരുന്നു. ലാംഡ, സിഗ്മ, ഒമേഗ അങ്ങനെ കുറെ പാർട്ടിക്കിൾസ്. ഇനി വീക്ക് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആണ് ലെപ്റ്റോൺസ്. ലെപ്റ്റോൺസിൽ നമുക്ക് വരുന്നത് ഇലക്ട്രോൺ, മ്യൂൺ, ടോ ഈ 3 കൂടാതെ ഇതിന്റെ 3ന്റെയും ന്യൂട്രിനോസ്.
എലിമെന്ററി പാർട്ടിക്കിൾസിനെ നമുക്ക് മാസ് അനുസരിച്ചിട്ടും ഡിവൈഡ് ചെയ്യാം. മാസ് അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് പാർട്ടിക്കിൾസ്, ഇന്റർമീഡിയറ്റ് പാർട്ടിക്കിൾസ്, ഹെവി പാർട്ടിക്കിൾസ് എന്ന് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ലൈറ്റ് പാർട്ടിക്കിൾസിലാണ് ലെപ്റ്റോൺസ് വരിക. ഇന്റർമീഡിയറ്റ് മാസ് പാർട്ടിക്കിൾസ് ആണ് മീസോൺസ്. ഹെവി പാർട്ടിക്കിൾസ് ആണ് ബാരിയോൺസ്. ബാരിയോൺസ് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയോൺസ് ആൻഡ് ഹൈപ്പറോൺസ് ആയിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ മെയിൻലി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എലിമെന്ററി പാർട്ടിക്കിൾ ക്ലാസിഫിക്കേഷൻ സ്പിൻ അനുസരിച്ച് നമുക്ക് ഇന്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾസും ഹാഫ് ഇന്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾസുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്ന് പറയും. ഹാഫ് ഇന്റഗ്രൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഫെർമിയോൺസ് എന്ന് പറയും. ബോസോൺസിൽ നമുക്ക് അതിനെ മാസ്ലെസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫീൽഡ് ക്വാണ്ട എന്നാണ് അതിനെ പറയുക. മാസ്ലെസ് പാർട്ടിക്കിൾസ്, മാസ്ലെസ് ബോസോൺസ് ആയിട്ടും മീസോൺസ് ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ മാസ്ലെസ് ബോസോൺസിലാണ് നമുക്ക് ഫോട്ടോൺ, ഗ്രാവിറ്റോൺ, ഗ്ലൂഓൺ, വെക്ടർ ബോസോൺസ് ഒക്കെ വരിക. മീസോൺസിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കയോൺസ്, പയോൺസ്, ഈറ്റോൺസ്, അതിൽ നമുക്ക് കെ മീസോൺ, പൈ മീസോൺ, ഈറ്റ മീസോൺ എന്നും പറയാം ഇതിനെ. ഓക്കെ, ഇനി ഹാഫ് ഇന്റഗ്രലിൽ നമുക്ക് ഫെർമിയോൺസ് ആണ് ഹാഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലൈറ്റ് ഫെർമിയോൺസും ബേറിയോൺസും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ലൈറ്റ് ഫെർമിയോൺസിന് അഗെയിൻ ലെപ്റ്റോൺസും ക്വാർക്സും ആക്കാം. ഇവിടെ കുറെ ബുക്കുകളിലൊക്കെ ലൈറ്റ് ഫെർമിയോൺസ് കൊണ്ടൊന്നുമില്ല, നേരിട്ടിട്ട് ലെപ്റ്റോൺസ്, ബാരിയോൺസ് അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്. കാരണം ക്വാർക്ക് നമ്മൾ വേറെ സെക്ഷൻ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഫെർമിയോൺസ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു ലെപ്റ്റോൺസ് ആൻഡ് ബേറിയോൺസ്. ഈ ലെപ്റ്റോൺസ് ലൈറ്റ് ഫെർമിയോൺസ് ആണ്, ബേറിയോൺസ് എന്ന് പറയുന്നത് ഹെവി ആണ്. ഇനി ലൈറ്റ് ലെപ്റ്റോൺസിനെ നമുക്ക് ഇലക്ട്രോൺ, മ്യോൺസ്, ടോ അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ബേറിയോൺസിനെ ന്യൂക്ലിയോൺസ്, ഹൈപ്പറോൺസ് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ന്യൂക്ലിയോൺസിൽ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് വരും. ഹൈപ്പറോൺസിൽ ഒരുപാട് പാർട്ടിക്കിൾസ് വരും. ഇവിടെ കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്. സിഗ്മ, ഒമേഗ, ഇതിലിപ്പോ ഉള്ളത് വായിക്കാം. ലാംഡ, സൈ. സൈനെ നമുക്ക് കാസ്കേഡ് പാർട്ടിക്കിൾ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടിക്കിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇനി പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ പല ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അതൊക്കെ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് വരിക. ചാപ്റ്ററിൽ അടുത്ത പാർട്ട് കൺസർവേഷൻ ലോസ് ആണ്. നമ്മുടെ എലിമെന്ററി പാർട്ടിക്കിൾ ആണ് പഠിക്കുന്നത്. ബാക്കി ഏത് റിയാക്ഷൻ പോലെ തന്നെ എലിമെന്ററി പാർട്ടിക്കിളിന്റെ റിയാക്ഷനും കുറെ കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യും. ആ കൺസർവേഷൻ ലോസ് ഒബേ ചെയ്താൽ മാത്രമേ ആ റിയാക്ഷൻ നടക്കുള്ളൂ. നമുക്ക് യൂണിവേഴ്സൽ നമുക്ക് അറിയുന്ന കുറെ കൺസർവേഷൻ ലോസ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി, മാസ്, അതുപോലെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ചാർജ്. ഇതെല്ലാം നമ്മുടെ പാർട്ടിക്കിൾ ഫിസിക്സിൽ പാർട്ടിക്കിൾസിനും ബാധകമാണ്. അപ്പം ഈ ലോസ് എല്ലാം ഇവര് ഡെഫിനറ്റ് ആയിട്ട് ഒബേ ചെയ്യും. കൂടാതെ കുറച്ച് എക്സ്ട്രാ കൺസർവേഷൻ ലോസ് കൂടി പാർട്ടിക്കിൾസിന്, എലിമെന്ററി പാർട്ടിക്കിൾസിനുണ്ട്. എലിമെന്ററി പാർട്ടിക്കിൾസിന് മാത്രം ബാധകമായ കുറെ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അത് സ്പിൻ ക്വാണ്ടം നമ്പർ, ബേറിയോൺ, ലെപ്റ്റോൺ, സ്ട്രേഞ്ച്നെസ്, ഐസോസ്പിൻ എന്നൊക്കെ പറഞ്ഞ ക്വാണ്ടം നമ്പേഴ്സ്. അതുപോലെ ഹൈപ്പർ ചാർജ്, ഇലക്ട്രിക് ചാർജ്. ഇത്രയും പ്രോപ്പർട്ടീസ് കൂടി നമ്മൾ എലിമെന്ററി പാർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്വാണ്ടം നമ്പേഴ്സ് കൂടെ കൺസേർവ്ഡ് ആയാലാണ് നമുക്ക് ആ റിയാക്ഷന്റെ പോസിബിലിറ്റി പറയാൻ പറ്റും. അപ്പൊ ഈ ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ഇനി നോക്കാം. ആദ്യത്തെ ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ആ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് അറിയണം ഞാൻ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ കണ്ടു ഫെർമിയോൺസ് ഒക്കെ ഹാഫ് ഇന്റഗ്രൽ സ്പിന്നും ബോസോൺസ് ഒക്കെ ഇന്റഗ്രൽ സ്പിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞത് ഫെർമിയോൺസിൽ വരുന്നതാണ്. അവരൊക്കെ ഹാഫ് ഇന്റഗ്രൽ സ്പിന്നാണ്. അതുപോലെ ബേറിയോൺസ് ഹാഫ് ഇന്റഗ്രൽ സ്പിന്നാണ്. ബെറിയോൺ എന്ന് പറയുന്നത് half integral spin where nucleons have spin half and hyperons have hyperons like omega, delta അതിനൊക്കെ spin 3/2 ആണ്. ലെപ്റ്റോൺസ് എപ്പോഴും സ്പിൻ ഹാഫ് ആവും. ബെറിയോൺസ് അങ്ങനെയല്ല, ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ്. ഹാഫ് ആവാം, 3/2 ആവാം, അങ്ങനെ. ഇനി മീസോൺസ് പാർട്ടിക്കിൾസ് ഒക്കെ ബോസോണിൽ വരുന്നതായതുകൊണ്ട് ഇന്റഗ്രൽ സ്പിൻ ആണ് ആവുക. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വേണം.
രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ് ബേറിയോൺ നമ്പർ. ബേറിയോൺ നമ്പർ നമ്മുടെ ബേറിയോൺ ഗ്രൂപ്പിൽ ഉള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ +1, ആ പാർട്ടിക്കിൾസിന്റെ ആന്റി പാർട്ടിക്കിൾസ് നമ്മൾ ആന്റി ബേറിയോൺസ് പറയും, അതിനാണെങ്കിൽ -1. ബേറിയോൺസ് അല്ലാത്ത പാർട്ടിക്കിൾസിനൊക്കെ ഈ ക്വാണ്ടം നമ്പർ B0 ആണ്. മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് ലെപ്റ്റോൺ നമ്പർ. ഈ ലെപ്റ്റോൺ നമ്പർ 3 തരത്തിലുള്ള ലെപ്റ്റോൺ നമ്പേഴ്സ് ഉണ്ട്. അതായത് ക്വാണ്ടം നമ്പറിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ, പിന്നൊന്ന് മിയോൺ ലെപ്റ്റോൺ നമ്പർ, മൂന്നാമത്തത് ടോണിക് ലെപ്റ്റോൺ നമ്പർ. നമുക്കറിയാം ലെപ്റ്റോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 തരത്തിലുണ്ട്. ഇലക്ട്രോൺ, മിയോൺ ആൻഡ് ടോ ലെപ്റ്റോൺ ആണ്. അതുകൂടാതെ അതിന്റെയൊക്കെ ന്യൂട്രിനോസും ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ Li ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് ഇലക്ട്രോൺസിന് +1ഉം ആന്റി ഇലക്ട്രോൺസ് അല്ലെ പോസിട്രോൺ നമ്മൾ പറയുമല്ലോ അതിന് -1ഉം ആണ്. ഈ ഇലക്ട്രോണും ആന്റി ഇലക്ട്രോണും അതിന്റെ അല്ലാത്ത പാർട്ടിക്കിൾസിനെല്ലാം ഇത് 0 ആണ്. അതുപോലെ മിയോൺ ലെപ്റ്റോൺ നമ്പർ അതുപോലെ ആ മിയോൺസിനും ആന്റി മിയോണിനും അത് +1ഉം -1ഉം, ബാക്കി എല്ലാത്തിനും അത് 0. ടോ ലെപ്റ്റോൺ നമ്പർ അതേപോലെയാണ്. ടോ പാർട്ടിക്കിളിനും അതിന്റെ ആന്റി പാർട്ടിക്കിളിനും അത് +1 -1 വരും. ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനും അത് 0 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൊത്തത്തിൽ ലെപ്റ്റോൺ നമ്പർ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ പോരാ റിയാക്ഷന്റെ കാര്യത്തിൽ. ഈ Le, Lm, Lto വേറെ ചെക്ക് ചെയ്തിട്ട് വേറെ അത് കൺസേർവ്ഡ് ആണെങ്കിൽ മാത്രമാണ് ആ റിയാക്ഷന്റെ പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ പറ്റുക. നാലാമത്തെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വാണ്ടം നമ്പറാണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ. ഈ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ പാർട്ടിക്കിൾസ് ലൈക്ക് ഹൈപ്രോൺസ് ആൻഡ് കെ മീസോൺസ് അവർക്കാണ് ഉണ്ടാവുള്ളൂ. അതായത് ഈ ഹൈപ്പറോൺസും കെ മീസോൺസും സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ പ്രൊഡ്യൂസ് ആവുകയും ചെയ്യും, വീക്ക് ഇന്ററാക്ഷനിൽ ഡീകേ ആവുകയും ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. അതായത് ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ള പാർട്ടിക്കിൾ ആണ്. ഈ രണ്ട് ഗ്രൂപ്പിനുമാണ് നമുക്ക് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഉണ്ടാവുള്ളൂ. കെ മീസോൺസിന് എപ്പോഴും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +1 ആയിരിക്കും. ഹൈപ്പറോൺസിന് പലതരത്തിലുണ്ട്, ഹൈപ്പറോൺസ് കുറെ എണ്ണുണ്ട്. അതില് സിഗ്മ ലാംഡ ഇതിന് രണ്ടിനും S-1 ആണ്. നമ്മുടെ കാസ്കേഡ് അല്ലെങ്കിൽ സൈ പാർട്ടിക്കിളിന് -2 ആണ്. ഒമേഗയ്ക്ക് -3 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ റിയാക്ഷൻ പോസിബിൾ ആണെന്നൊക്കെ പ്രോബ്ലംസ് വരും. അത് ചെക്ക് ചെയ്യുമ്പോൾ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കൺസേർവ്ഡ് അല്ല എന്ന് കണ്ടിട്ടുണ്ട്, റിയാക്ഷൻ നോട്ട് പോസിബിൾ എന്ന് എഴുതി വെക്കരുത്. സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസേർവ് ആവുക സ്ട്രോങ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷനിൽ മാത്രമാണ്. ഓക്കെ, ബാക്കി ഇന്ററാക്ഷൻസിൽ ഇത് കൺസേർവ്ഡ് ആവില്ല. ഓക്കെ, മാത്രമല്ല നമുക്ക് ഇപ്പൊ ഈ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കൺസേർവ്ഡ് ആയി എന്ന് വെച്ചാൽ നമുക്ക് ആ റിയാക്ഷൻ പോസിബിൾ ആണ്, ഒപ്പം സ്ട്രോങ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റിയാക്ഷൻ ആണ് എന്നും കൂടി നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് പാർട്ടിക്കിൾ ആ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് +1 ഓ -1 ഓ ആണെങ്കിൽ ദാറ്റ് ഈസ് എ വീക്ക് ഇന്ററാക്ഷൻ. ഇനിയിപ്പോൾ അല്ല, അതിലും വളരെ വ്യത്യാസമുണ്ട്, കൺസേർവ് ആവണേ ഇല്ല എങ്കിലും റിയാക്ഷൻ പോസിബിൾ ആണ്, പക്ഷെ അത് സ്ട്രോങ്ങും ഇലക്ട്രോമാഗ്നറ്റിക്കും അല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തേതാണ് ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ. നമ്മൾ I3 എന്ന് എഴുതും. ഈ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത് ഒരു ഫാമിലിയിൽ എത്ര പാർട്ടിക്കിൾസ് പോസിബിൾ ആണ്, അതായത് ഡിഫറെന്റ് ചാർജ് സ്റ്റേറ്റ്സ് ഓഫ് ദ സെയിം എൻറ്റിറ്റി ആണ് ഇത് തരിക. ഈ I3ക്ക് നമ്മൾ ഒരു I എന്നുള്ള വാല്യൂ എടുത്താൽ 2I+1 മെമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അതായത് -I to I വരെ അതിന് വാല്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ലെപ്റ്റോണിന്റെ I 0 ആണെന്ന് വെക്കാം. അപ്പോൾ 2I+1 എന്തായി? 2 × 0 + 1 1. അതായത് ലെപ്റ്റോൺസിലെ ഫാമിലിയിൽ ഒരു മെമ്പറേ ഉണ്ടാവുള്ളൂ എന്നാണ് അർത്ഥം. ഇപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന് I 3/2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പം 3/2 × 2 + 1 3 + 1 4 മെമ്പേഴ്സ് ഉണ്ടാവും ഡെൽറ്റയ്ക്ക് അതിന്റെ ഫാമിലിയിൽ എന്നാണ് അർത്ഥം. പല ചാർജ് ഉള്ള 4 പാർട്ടിക്കിൾസ്. ഇപ്പൊ കെക്ക്
കെമിസോൺ അതിന് I ഹാഫ് ആണ്. അങ്ങനെയാവുമ്പോൾ എന്താണ് 2 × ½ + 1 2 പാർട്ടിക്കിൾസ് ഉണ്ടാവും കെയുടെ ഫാമിലിയിൽ. പല ചാർജുള്ള ഒരേ ഇതിന്റെ പല ചാർജ് സ്റ്റേറ്റ്സ് ആണ് ഈ ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ കാണിക്കുന്നത്. I കൺസേർവ്ഡ് ആവുക സ്ട്രോങ് ഇന്ററാക്ഷനിൽ മാത്രമാണ്. അപ്പൊ I കൺസേർവ്ഡ് ആയില്ലെങ്കിലും ഇന്ററാക്ഷൻസ് EM ഇന്ററാക്ഷൻ വീക്ക് ഇന്ററാക്ഷൻ ഒക്കെ നടക്കും. I കൺസേർവ്ഡ് ആവണ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇന്ററാക്ഷൻ ആയിരിക്കും. വേറെ രണ്ട് ഫീച്ചേഴ്സും കൂടി പഠിക്കാനുണ്ട് ഇവിടെ. ഒന്ന് ഹൈപ്പർ ചാർജ്. ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ച്നെസ് പ്ലസ് ബെറിയോൺ നമ്പർ. സ്ട്രേഞ്ച്നെസ് നമ്പർ പ്ലസ് ബെറിയോൺ നമ്പർ ആണ് ഹൈപ്പർ ചാർജ്. ഇത് കൺസേർവ്ഡ് ആവുക സ്ട്രോങ് ഇന്ററാക്ഷനിൽ മാത്രമാണ്. അടുത്തത് ഇലക്ട്രിക് ചാർജ് Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E × I3 + ½ B + S ആണ്. ഇതും നമുക്ക് നമ്മുടെ ചെക്ക് ചെയ്യുമ്പോൾ കൺസേർവ്ഡ് ആവേണ്ട ഒരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് ഒന്നിച്ചൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ടേബിൾ ആക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യം ഞാൻ എഴുതിയ ലെപ്റ്റോൺസ് ആണ്. ലെപ്റ്റോൺസിൽ ഇലക്ട്രോണിന്റെ ന്യൂട്രിനോ, മ്യോണിന്റെ ന്യൂട്രിനോ, ടോട്ടോയുടെ ന്യൂട്രിനോ. അപ്പം അതിന് നമ്മൾ എന്താ സിമ്പിൾസ് ഇടുന്നിട്ടുണ്ട്. സ്പിൻ എല്ലാത്തിനും ഹാഫ് ആണ്. ലെപ്റ്റോൺ സ്പിൻ ഹാഫ് ഉള്ള പാർട്ടിക്കിൾ ആണ്. ഇത് ബേറിയോൺ അല്ലാത്തതുകൊണ്ട് B0 ആണ്. ഇവിടെയാണ് നമ്മുടെ ലെപ്റ്റോൺ നമ്പർ. ശ്രദ്ധിക്കൂ, ഇലക്ട്രോണിനും ഇലക്ട്രോൺ ന്യൂട്രിനോക്കും Le+1. ആന്റി പാർട്ടിക്കിൾസ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല കേട്ടോ. അതിന് -1 ആയിരിക്കും. പിന്നെ മിയോണിനും മിയോൺ ന്യൂട്രിനോക്കും അത് Lμ+1, ബാക്കിയൊക്കെ 0. ടോക്കും ടോ ന്യൂട്രിനോക്കും അതിന്റെ L+1, ബാക്കിയൊക്കെ 0. ഇതെല്ലാം ലെപ്റ്റോൺസിന് എല്ലാത്തിനും സ്ട്രേഞ്ചേഴ്സ് ക്വാണ്ടം നമ്പർ 0 ആണ്. കാരണം നമുക്കറിയാം കെമിസോൺസിനും അതുപോലെ നമ്മുടെ ഹാഡ്രോൺസിനും മാത്രമേ ഇതുണ്ടാവുള്ളൂ, സ്ട്രേഞ്ചേഴ്സ് ക്വാണ്ടം നമ്പർ S ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു, ഹൈപ്രോൺസിനും കെമിസോൺസിനും. ഇനി ഐസോസ്പിൻ I ഇതിന് 0 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഓരോ ഫാമിലിയിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. അപ്പൊ B+S കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഹൈപ്പർ ചാർജ് Y കിട്ടും. അടുത്ത ഗ്രൂപ്പാണ് മീസോൺ. മീസോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരമാണ്: പയോൺ, കയോൺ, ഈറ്റോൺ. അത് നമ്മൾ എഴുതി. സ്പിൻ 0 പാർട്ടിക്കിൾസ് ആണ്. ബറിയോൺ അല്ലാത്തതുകൊണ്ട് അത് 0, ലെപ്റ്റോൺ അല്ലാത്തതിന്റെ L0. സ്ട്രേഞ്ച്നെസ് കെമിസോണിന് +1 ആണ് പഠിച്ചു. ഓക്കെ. ഐസോസ്പിൻ നോക്കൂ, ഐസോസ്പിൻ ഈറ്റയ്ക്ക് 0 ആണ്. അപ്പൊ ഒരൊറ്റ പാർട്ടിക്കിൾ അതിൽ ഉണ്ടാവുള്ളൂ. കയോൺസിന് ഹാഫ് ആണ്. അപ്പൊ അതിന് ½ × 2 + 1 2 പാർട്ടിക്കിൾസ് ഉണ്ടാവും. പയോൺസിന് 1 ആണ്. അപ്പൊ അത് ആ ഫാമിലിയിൽ പയോൺ ഫാമിലിയിൽ 3 പാർട്ടിക്കിൾ ഉണ്ടാവും. ഞാനവിടെ എഴുതിയിട്ടുണ്ട് π - π 0 π+. അതാണ് 3 പാർട്ടിക്കിൾസ്. ഇനി ബേറിയോൺസ്. ബേറിയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂക്ലിയോൺസും ഹൈപ്രോൺസും കൂടിയ ഗ്രൂപ്പാണ്. ന്യൂക്ലിയോൺസ് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും. ഇതിനൊക്കെ എന്താവും +1 ആയിരിക്കും ബേറിയോൺ നമ്പർ. ലെപ്റ്റോൺ നമ്പർ 0 ആയിരിക്കും. സ്ട്രേഞ്ച്നെസ് പല പോലെയാണ്. സ്ട്രേഞ്ച്നെസ് ന്യൂക്ലിയോണിന് ഇല്ല, ഹൈപ്പറോൺസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പോലെയാണ്. ഐസോസ്പിന്നും ഇത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം Y എന്ന് പറഞ്ഞ ഹൈപ്പർ ചാർജ് നമുക്ക് ഇവിടെ B+S വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം നമുക്ക്. ഇവിടെ ഈ ക്വാണ്ടം നമ്പേഴ്സ് കൺസേർവ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുള്ളൂ ഈ തന്ന റിയാക്ഷനിൽ. N giving P+ ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ സ്പിന്ന് ചെക്ക് ചെയ്യും, ബെറിയോൺ നമ്പർ ചെക്ക് ചെയ്യും, ലെപ്റ്റോൺ നമ്പർ ചെക്ക് ചെയ്യും. ലെപ്റ്റോൺ നമ്പർ ഇവിടെ കൺസേർവ്ഡ് അല്ല. അപ്പൊ അത് നമുക്ക് എന്ത് പറയണം? ദിസ് റിയാക്ഷൻ നോട്ട് പോസിബിൾ. സ്പിന്നും കൺസേർവ്ഡ് അല്ല. അതുപോലെ റിയാക്ഷൻ ആണ് N giving P+ ഇലക്ട്രോൺ പ്ലസ് ഇലക്ട്രോണിന്റെ ന്യൂട്രിനോ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്പിൻ കൺസേർവ്ഡ് ആണ്, ബെറിയോൺ നമ്പർ കൺസേർവ്ഡ് ആണ്, ലെപ്റ്റോൺ നമ്പറും കൺസേർവ്ഡ് ആണ്. അപ്പൊ ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന പോലത്തെ റിയാക്ഷൻ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. റിയാക്ഷൻ പോസിബിൾ ആണോ ചെക്ക് ചെയ്യണം. മാത്രമല്ല ടൈപ്പ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. P+P giving λ0 + K0 + P + π+. ചാർജ് നോക്കുക. Pക്ക് രണ്ടിനും 1 ആണ്. LHSൽ 1+1 2 കിട്ടും. ഇപ്പുറത്ത് നോക്കുമ്പോൾ അത് Pക്കും π+ഉം പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ 2 കിട്ടും. അത് കൺസേർവ്ഡ് ആണ്. സ്പിൻ നോക്കൂ. LHSൽ രണ്ടും സ്പിൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ന്യൂക്ലിയോൺസ് ആണല്ലോ. RHSൽ നോക്കുകയാണെങ്കിൽ ലാംഡ ഹാഫ് ആണ്, K 0 ആണ്, Pയുടെ ഹാഫ് ആണ്, π+0 ആണ്. അപ്പൊ കൺസേർവ്ഡ് ആണ്. ബെറിയോൺ നമ്പർ നമ്മൾ നോക്കുമ്പോൾ കൺസേർവ്ഡ് ആണ്. സ്ട്രേഞ്ച്നെസ്
നോക്കൂ, സ്ട്രേഞ്ച്നെസ് ആകെ കേക്കും ഹൈപ്രോണിനും മാത്രമേ ഉള്ളൂ. ഇവിടെ അത് ലാംഡയ്ക്കും കേക്കും ആണുള്ളത്, അതും കൺസേർവ്ഡ് ആണ്. ഇനി അപ്പൊ നമുക്ക് ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? സ്ട്രേഞ്ചസ് നോക്കാത്തത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിയാക്ഷൻ പോസിബിൾ ആണ്. സ്ട്രേഞ്ച്നെസ് കൂടെ കൺസേർവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താ? ഇത് ഇതർ സ്ട്രോങ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ ഇനി ഐസോസ്പിൻ ചെക്ക് ചെയ്യാം. ഐസോസ്പിൻ നമ്മൾ ടേബിളിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ? പിക്ക് ഹാഫ് പ്ലസ് ഹാഫ് ആണ് നമ്മുടെ, ബാക്കി കേക്ക് ഹാഫ് മൈനസ് ഹാഫ് ആവാട്ടോ, അതിന്റെ ഓപ്പോസിറ്റ് ആവാം, മൈനസ് ഹാഫ് ആവാം അല്ലെങ്കിൽ ഹാഫ്. ഇവിടെ കെ ഹാഫ്, പിക്ക് ഹാഫ്, അതുപോലെ പൈക്ക് +1. അപ്പൊ നോക്കൂ, അത് കൺസേർവ്ഡ് ആണ്. അപ്പൊ അതിനർത്ഥം ഐസോസ്പിൻ കൺസേർവ് ആവുക ഏത് റിയാക്ഷന് മാത്രമാണ്? സ്ട്രോങ് ഇന്ററാക്ഷന് മാത്രമാണ്. അപ്പൊ അതൊരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ഇതേപോലത്തെ ഒരു സിഗ്മ ഗിവിംഗ് ലാംഡ പ്ലസ് ഗാമ എന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരു ഫോട്ടോൺ ആണ്. അത് നമ്മൾ മാസ്ലെസ് ആണ്, അതിന് സ്പിൻ 1 ആണെന്ന് ഓർക്കുക കേട്ടോ. ചാർജ് കൺസേർവ്ഡ് ആവും, സ്പിന്നും നോക്കൂ ഇവിടെ എന്താണ്? കൺസേർവ്ഡ് ആവും. ബെറിയോൺ നമ്പർ കൺസേർവ്ഡ് ആണ്, ലെപ്റ്റോൺ നമ്പർ ഒന്നിനും ഇല്ലാത്തതുകൊണ്ട് അതും കൺസേർവ്ഡ് ആണ്. അപ്പൊ റിയാക്ഷൻ ഈസ് പോസിബിൾ.